നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അദാനി കേസ് വിവാദം വീണ്ടും ഉയർത്തി പ്രതിപക്ഷം. പാർലമെന്റ് സ്തംഭനത്തിന് ഇന്നും വഴിയൊരുക്കി. ഭരണഘടനാ വിരുദ്ധ പ്രസംഗം, സജി ചെറിയാനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഗവർണർക്ക് കത്ത്. +2 കോഴക്കേസ് CPM ഒത്തുതീർപ്പിന് സമീപിച്ചെന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. ADM നവീൻ ബാബുവിന്റെ മരണം കേസ് ഡയറി ഡിസംബർ 6-ന് ഹാജരാക്കണമെന്ന് ഹൈക്കോടതി. മണിപ്പൂർ ജിരിബാം കൂട്ടക്കൊല വിശദാന്വേഷണം തുടങ്ങിയതായി NIA. വാർത്തകൾ വിശദമായി. കൈക്കൂലി നൽകിയെന്ന് ആരോപിച്ച് ഗൗതം അദാനിക്കെതിരായ അമേരിക്കയിലെ കേസ് ഇന്നും പാർലമെന്റ് സ്തംഭനത്തിന് വഴിവെച്ചു. ഗൗതം അദാനിയുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രതിപക്ഷ MPമാർ ലോക്സഭയിൽ മുദ്രാവാക്യം വിളിച്ചു. മോദി സർക്കാർ നൽകുന്ന സംരക്ഷണം അവസാനിപ്പിച്ച് അദാനിയെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ചേർന്നു. ഉടൻ പ്രതിപക്ഷം ബഹളം തുടങ്ങി. അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്നും അമേരിക്കയിലെ നിയമ നടപടികളുടെ പശ്ചാത്തലത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്നും കോൺഗ്രസ് ലോക്സഭയിലും രാജ്യസഭയിലും ആവശ്യപ്പെട്ടു. ലോക്സഭയിലുണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയും അറസ്റ്റ് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ MPമാർക്കൊപ്പം മുദ്രാവാക്യം മുഴക്കി. പ്രതിഷേധം അവഗണിച്ച് ചോദ്യോത്തരവേളയുമായി സ്പീക്കർ മുന്നോട്ടു പോകാൻ ശ്രമിച്ചെങ്കിലും ബഹളത്തിൽ മുങ്ങി. 12 മണിവരെ ആദ്യം പിരിഞ്ഞ സഭ പിന്നീട് ചേർന്നപ്പോഴും ബഹളമുണ്ടായി. രാജ്യസഭയിലും സമാന കാഴ്ചകളാണ് കണ്ടത്. ചർച്ച ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച പ്രതിപക്ഷത്തെ രൂക്ഷമായ ഭാഷയിൽ ചെയർമാൻ ജഗദീപ് ധൻകർ നേരിട്ടു. ഒന്നും രേഖകളിലുണ്ടാകില്ലെന്നും ചെയർമാൻ വ്യക്തമാക്കി. അദാനിക്കെതിരെ സർക്കാർ ചെറുവിരൽ അനക്കുമെന്ന് കരുതുന്നുണ്ടോ എന്നും മാധ്യമങ്ങളോട് രാഹുൽ ഗാന്ധി ചോദിച്ചു. മണിപ്പൂർ കലാപം, സമ്പൽ സംഘർഷം, വയനാട് ദുരന്തം തുടങ്ങിയ വിഷയങ്ങളിലും പ്രതിപക്ഷം ചർച്ച ആവശ്യപ്പെട്ടിരുന്നു. വഖഫിലെ സംയുക്ത പാർലമെന്ററി സമിതിയുടെ നടപടികളിൽ പ്രതിപക്ഷം അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് JPC യോഗം ചേരുന്നത്. മറ്റന്നാൾ റിപ്പോർട്ട് നൽകാനിരിക്കെ ഇനിയും പല സംസ്ഥാനങ്ങളെയും കേട്ടിട്ടില്ലെന്ന പരാതി സർക്കാരിന് മുന്നിലുണ്ട്. കാലാവധി നീട്ടണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോൾ ഈ സമ്മേളന കാലത്ത് തന്നെ ബില്ല് പാസാക്കാനാണ് സർക്കാരിന്റെ നീക്കം. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് ഡയറി ഹാജരാക്കണമെന്ന് ഹൈക്കോടതി. ഡിസംബർ 6-ന് കേസ് ഡയറി ഹാജരാക്കാനാണ് കോടതി നിർദ്ദേശം. ഡിസംബർ 9-ന് കേസിൽ വിശദവാദം കോടതി കേൾക്കും. ADM നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാകാമെന്ന സംശയം ഉന്നയിച്ച ഭാര്യ K മഞ്ജുഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ തീരുമാനം. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന കേസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും അന്വേഷണം CBIക്ക് കൈമാറണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് മഞ്ജുഷ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാകാമെന്ന സംശയവും ഹർജിയിൽ ഉന്നയിച്ചിരുന്നു. നിലവിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഒക്ടോബർ 15-ന് രാവിലെ 8 മണിക്ക് കളക്ടറേറ്റ് ഉദ്യോഗസ്ഥനാണ് നവീൻ ബാബു മരിച്ചതായി അറിയിച്ചത്. എന്നാൽ വീട്ടുകാർ എത്തും മുൻപേ പോലീസ് തിടുക്കപ്പെട്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത് സംശയകരമാണ്. ഇൻക്വസ്റ്റിനെ ഉറ്റ ബന്ധുക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കണമെന്ന നിയമം ലംഘിക്കപ്പെടുകയാണ് ചെയ്തത്. നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാകാമെന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് ഈ സംഭവങ്ങൾ. കൂടാതെ യാത്രയയപ്പ് യോഗത്തിന് ശേഷം നവീൻ ബാബുവിനെ ആരെല്ലാം സന്ദർശിച്ചു എന്നത് കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. നവീൻ ബാബു ഉണ്ടായിരുന്ന കളക്ടറേറ്റ് പരിസരത്തെയും സ്റ്റാഫ് ക്വാർട്ടേഴ്സിലെയും റെയിൽവേ സ്റ്റേഷനിലെയും CCTV ദൃശ്യങ്ങളിലൂടെ ഇക്കാര്യങ്ങൾ വ്യക്തമാകും. എന്നാൽ കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘം ഈ CCTV ദൃശ്യങ്ങളൊന്നും പിടിച്ചെടുത്തിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നവീൻ കോഴ വാങ്ങിയെന്നാരോപിച്ച് പെട്രോൾ പമ്പ് അപേക്ഷകൻ മുഖ്യമന്ത്രിക്ക് അയച്ചതായി പറയുന്ന കത്ത് കെട്ടിച്ചമച്ചതാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. PP ദേവിയുടെ പങ്കിനെ കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം സമഗ്രമായ അന്വേഷണം നടത്തിയിട്ടില്ലെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. വകുപ്പ് തല പരിപാടി മാത്രമായിരുന്നു നടന്നത്. നവീൻ ബാബുവിന്റെ യാത്രയപ്പിൽ യോഗം തുടങ്ങിയ ശേഷം ജില്ലാ പ്രസിഡന്റ് PP ദിവ്യ അതിക്രമിച്ചു കയറുകയായിരുന്നു. യോഗത്തിൽ അവർ നവീൻ അഴിമതിക്കാരനാണെന്നും പതിവായി കോഴ വാങ്ങുന്ന ആളാണെന്നുമുള്ള വ്യാജ ആരോപണം ഉന്നയിച്ചു. ഇത് റെക്കോർഡ് ചെയ്യാൻ ക്യാമറമാനെയും കൊണ്ടുവരികയും ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. പത്തനംതിട്ട ജില്ലയിലെ ജീവനക്കാർക്കടക്കം ഈ ദൃശ്യങ്ങൾ അയച്ചുകൊടുത്തു. എന്നാൽ അന്വേഷണ സംഘം അന്വേഷണം നടത്തിയില്ല. അതിൽ പറയുന്നത് എന്താണ്? അന്വേഷണം എന്ന് പറയുന്നത് പ്രഹസനമാണ്. ആ SIT രൂപീകരിച്ചത് പോലും ഒരു ഓർഡർ പോലുമില്ല, ഒരു ഉത്തരവ് പോലുമില്ല, വാക്കാലാണ്. അവരാരെയാണ് ചോദ്യം ചെയ്തത്? അവർ ഈ പറയുന്ന കൈക്കൂലി അവർ അന്വേഷണത്തിലൂടെ ഇങ്ങനെ ഒരു കുറ്റമുണ്ടായി എന്ന് സ്ഥാപിക്കുന്നതിനേക്കാൾ പ്രധാനമായി
ഇദ്ദേഹം അഴിമതിക്കാരനായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് പോലീസ് ചെയ്യുന്നത്. ഇദ്ദേഹം കൈക്കൂലി ചോദിച്ചു എന്ന് പറഞ്ഞൊരു വ്യാജരേഖ ഉണ്ടാക്കിയവരെ കുറിച്ച് ഒരു അന്വേഷണമില്ല, അവരെ ചോദ്യം ചെയ്യുന്നില്ല. കള്ള ഒപ്പിട്ട് കൊടുത്ത ആളെക്കുറിച്ച് അയാളെ ഒരു അന്വേഷണമില്ല, അയാളുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണമില്ല, അയാൾക്കെതിരായി യാതൊരുവിധ നടപടിയില്ല. മാത്രമല്ല, പാർട്ടി സെക്രട്ടറി നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോയി കുടുംബത്തോടൊപ്പമാണെന്ന് പറയുകയും അദ്ദേഹം സ്വന്തം ഭാര്യയെ പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയും ചെയ്ത് CPMന്റെ ഇരട്ടത്താപ്പ് കാണിച്ചു. വ്യക്തിയല്ല, പാർട്ടി സെക്രട്ടറിയാണ് ഇത് ചെയ്തത്. പാർട്ടി സെക്രട്ടറി പോയി കുടുംബത്തോടൊപ്പമാണെന്ന് പറയുകയും പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ പോയി പ്രതിയെ ജയിലിൽ സ്വീകരിക്കുകയും ചെയ്ത വിരോധാഭാസമാണ്. അപ്പോൾ അവർ ഗൗരവതരമായ വീഴ്ചകൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിനകത്ത് ഈ മരണത്തിന് ശേഷം പ്രതിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ ഉള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. ഇതൊരു കൊലപാതകമാണോ എന്ന് പോലും കുടുംബം സംശയിക്കുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ അകത്ത് ഞെട്ടിക്കുന്ന കാര്യം. അപ്പം അതുകൊണ്ട് സർക്കാർ ഇതിൻ്റെ അകത്ത് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഈ കള്ളക്കളി അവസാനിപ്പിച്ചു. കുടുംബം ആവശ്യപ്പെടുന്നത് പോലെ CBI അന്വേഷണത്തിന് സർക്കാർ കോടതിയിൽ സമ്മതിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അങ്ങനെയായിരുന്നു. അത്തരം വിഷയങ്ങൾ വന്നാൽ കുടുംബം ആവശ്യപ്പെട്ടാൽ സർക്കാർ കോടതിയിൽ CBI അന്വേഷണത്തിന് സമ്മതിക്കുന്ന സ്ഥിതിയാണ്. ഇത് വളരെ അപകടകരമായ ഒരു ട്രെൻഡാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇത്രയും കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു മരണമുണ്ടായിട്ട് കേരളം മുഴുവൻ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നോക്കി നിൽക്കുമ്പോഴും ഇവിടെ ആരെ രക്ഷിക്കാനാണ് ഗവൺമെൻറ്റും പോലീസും ശ്രമിക്കുന്നത്? ഇവിടെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് വലിയ ദുരൂഹതകളുണ്ട്. ഈ പ്രോപ്പർട്ടി ആരുടേതാണ്? ഈ പമ്പ് ആരുടേതാണ്? കോടിക്കണക്കിന് രൂപ മുടക്കി ഈ പമ്പ് തുടങ്ങാനുള്ള ശേഷി, സാമ്പത്തിക ശേഷി ഇയാൾക്കില്ല, പ്രശാന്തനില്ല. ഇപ്പം പ്രശാന്തൻ ആരുടെ ബിനാമിയാണ്? അതാണ് ചോദ്യം. ആരുടെ ബിനാമിയാണ് എന്നതാണ് ചോദ്യം. അന്വേഷണം യഥാർത്ഥത്തിൽ നടന്നാൽ ആ ബിനാമി ഏർപ്പാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരും. ഇത് വലിയ സാമ്പത്തിക ഇടപാടാണ് ഇതിൻ്റെ പുറകിൽ നടന്നിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ആളുടെ ബിനാമിയായിട്ടാണ് ഈ പ്രശാന്തൻ വർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ദിവ്യയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. നിവർത്തികേട് കൊണ്ട്, കോടതി സമ്മതിക്കാതിരുന്നത് കൊണ്ട് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ടും ദിവ്യയെ സാന്ത്വനിപ്പിക്കാൻ, ദിവ്യയെ പ്രീതിപ്പെടുത്താനാണ് ഈ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയൊക്കെ പോയത്. അപ്പോൾ ദിവ്യക്ക് കുറേ രഹസ്യങ്ങളാണ് വെളിപ്പെടുത്തുമോ എന്നുള്ള പേടി പാർട്ടിയുടെ നേതാക്കന്മാർക്കുണ്ട്. CPM എത്രമാത്രം ജീർണത നേരിടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സർക്കാർ സാധാരണക്കാരായ മനുഷ്യർക്ക് എത്രമാത്രം നീതി നിഷേധിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം കൂടിയാണ് ഈ സംഭവം. PP ദിവ്യ മാത്രമാണോ, അല്ലെങ്കിൽ PP ദിവ്യ ഇതിലൊരു ബലിയാടാക്കി മാറ്റിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട്? അല്ല, അതൊക്കെ അന്വേഷണം നടത്തേണ്ട കാര്യമാണ്. PP ദിവ്യ എന്തായാലും ഇടപെട്ടിട്ടുണ്ട്. PP ദിവ്യയുടെ പ്രസംഗം നമ്മൾ കേട്ടതാണ്. അതിനുശേഷം ക്യാമറയും കൊണ്ട് വന്ന് അത് മുഴുവൻ പ്രചരിപ്പിച്ച് അദ്ദേഹത്തെ അപമാനിച്ചതൊക്കെ ശരിയാണ്. അതെല്ലാം ആർക്കു വേണ്ടിയായിരുന്നു എന്ന് കൂടി അന്വേഷിക്കണം. മണിപ്പൂരിലെ ജിരിബാമിൽ അടുത്തിടെ നടന്ന അക്രമ സംഭവങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം തുടരുകയാണെന്ന് ദേശീയ അന്വേഷണ ഏജൻസി പത്രക്കുറിപ്പിൽ അറിയിച്ചു. ജിരിബാമിൽ നടന്ന 3 കേസുകളാണ് അന്വേഷണ പരിധിയിൽ. കഴിഞ്ഞ വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ അന്വേഷണ സംഘം സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു. മണിപ്പൂർ പോലീസിൽ നിന്ന് വിവരങ്ങൾ കൈമാറുന്ന നടപടി പുരോഗമിക്കുകയാണ്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം. റോബേക്രയിൽ വീടുകൾ കത്തിക്കുകയും 2 പേരെ കൊലപ്പെടുത്തുകയും ചെയ്തതാണ് അന്വേഷണ പരിധിയിലുള്ള കേസുകളിലൊന്ന്. 3 സ്ത്രീകളും 3 കുട്ടികളും ഉൾപ്പെടെ 6 പേരെ അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയി കൊന്നതിനെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. ജിരിബാമിൽ സൈനിക ക്യാമ്പും പോലീസ് സ്റ്റേഷനും ആക്രമിച്ചതാണ് 2ാമത്തെ കേസ്. ജിരിബാമിൽ ഒരു സ്ത്രീയെ അക്രമികൾ കൊലപ്പെടുത്തിയതാണ് അന്വേഷണ പരിധിയിലുള്ള 3ാമത്തെ കേസ്. ജിരിബാം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 3 കേസുകളും NIA വീണ്ടും രജിസ്റ്റർ ചെയ്താണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിനിടെ ജോലിക്ക് പോയ ആളെ കാണാതായതിനെ തുടർന്ന് മണിപ്പൂരിലെ ഇംഫാൽ വെസ്റ്റിൽ വീണ്ടും സംഘർഷാവസ്ഥ. മെയ് വിഭാഗത്തിൽപ്പെട്ട ഇംഫാൽ വെസ്റ്റിലെ ലോയിത്താങ് ഗുനു നിവാസി ലഷ്റാം കമൽ ബാബു സിംഗിനെയാണ് തിങ്കളാഴ്ച ഉച്ച മുതൽ കാണാതായത്. എതിർവിഭാഗം തട്ടിക്കൊണ്ടുപോയതാണെന്ന പ്രചാരണമാണ് സംഘർഷത്തിന് വഴിവെച്ചത്. പോലീസും സൈന്യവും വ്യാപകമായ തിരച്ചിൽ തുടരുന്നുണ്ട്. കുക്കി മേധാവിത്വമുള്ള പ്രദേശത്താണ് സൈനിക ക്യാമ്പ്. ഇതിനു സമീപം താമസിച്ചിരുന്ന മെയ്തേയ് വിഭാഗക്കാർ കഴിഞ്ഞ വർഷം മെയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപത്തെ തുടർന്ന് ലോയിത്താങ് ഗുനുവിലേക്ക് ചേക്കേറുകയായിരുന്നു.
കമൽ ബാബുവിന് വേണ്ടി സുരക്ഷാ സേന അന്വേഷണം തുടരുന്നതിന് സമാന്തരമായി മേത്തൈകളും സംഘടിക്കുകയാണ്. സംഘർഷാവസ്ഥ ഒഴിവാക്കാനായി ഇവരെ തടയുന്നുണ്ടെങ്കിലും പലരും പിന്മാറാൻ കൂട്ടാക്കുന്നില്ല. കമൽ ബാബുവിനെ കുക്കികൾ തട്ടിക്കൊണ്ടുപോയെന്നും കടുത്ത സൈനിക നടപടികൾ ഉണ്ടാകണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. തൃശൂർ പൂരം അലങ്കോലമാക്കിയത് പോലീസാണെന്ന് തിരുവമ്പാടി ദേവസ്വം ഹൈക്കോടതിയിൽ അറിയിച്ചു. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും ഉൾപ്പെടെ ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് തിരുവമ്പാടി ദേവസ്വത്തിനായി സെക്രട്ടറി ഗിരീഷ് കുമാർ എതിർ സത്യവാങ്മൂലം നൽകിയത്. പോലീസ് ഇടപെടലിന് കാരണമായ സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. പോലീസിന്റെ ഇടപെടൽ മൂലം മഠത്തിൽ വരവ് പേരിന് വേണ്ടി മാത്രമായി ചുരുക്കി. നിഷ്കളങ്കരായ പൂരപ്രേമികളെ തടയുന്നതിനായി പോലീസ് ബലപ്രയോഗം നടത്തി. പൂരം നടത്തിപ്പിൽ മതിയായ കാരണങ്ങളില്ലാതെയാണ് പോലീസ് ഇടപെട്ടതെന്നും പോലീസ് ഏകപക്ഷീയമായും അപക്വമായുമാണ് പെരുമാറിയതെന്നും സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പോലീസ് ബൂട്ടിട്ടാണ് ക്ഷേത്ര പരിസരത്ത് കയറിയതെന്നും സത്യവാങ്മൂലത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. തൃശൂർ പൂരം കലക്കാൻ തിരുവമ്പാടി ദേവസ്വം BJPയുമായി ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് നേരത്തെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നത്. പൂരത്തിലെ പോലീസ് നിയന്ത്രണങ്ങളുടെ പേരിൽ തിരുവമ്പാടി വിഭാഗം ബഹിഷ്കരണ നീക്കം നടത്തിയെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് സത്യവാങ്മൂലത്തിൽ അറിയിച്ചിരുന്നു. ഗതാഗത നിയന്ത്രണമുള്ളയിടത്തേക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആംബുലൻസിലെത്തിയത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണെന്ന് ദേവസ്വം ബോർഡ് സെക്രട്ടറി P. ബിന്ദു സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാധീനമുണ്ടാക്കാനുള്ള ചില രാഷ്ട്രീയ കക്ഷികളുടെ ശ്രമങ്ങളെ സഹായിക്കുന്ന പ്രവൃത്തി തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടായതായി സത്യവാങ്മൂലത്തിൽ ദേവസ്വം ബോർഡ് പറയുന്നു. BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ, സംഘപരിവാർ പ്രവർത്തകൻ വത്സൻ തില്ലങ്കേരി എന്നിവരുടെ സാന്നിധ്യം സംശയം ബലപ്പെടുത്തുന്നുവെന്നും സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പൂരം അലങ്കോലമായെന്ന് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ വഴിയൊരുക്കി. താൻ ഇടപെട്ട് പ്രതിസന്ധി പരിഹരിച്ചെന്ന വസ്തുതാപരമല്ലാത്ത വാർത്തകൾ സുരേഷ് ഗോപി പ്രചരിപ്പിച്ചു. രാത്രി മഠത്തിൽ വരവ് സമയത്ത് 9 ആനകൾക്ക് പകരം ഒരാനയായി തിരുവമ്പാടി ദേവസ്വം ചുരുക്കി തുടങ്ങിയ വിവരങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡ് സത്യവാങ്മൂലത്തിൽ സൂചിപ്പിക്കുന്നു. ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയ മന്ത്രി സജി ചെറിയാനെ സംസ്ഥാന മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് പരാതി. അഭിഭാഷകനായ ബൈജു നോയലാണ് പരാതി നൽകിയിരിക്കുന്നത്. സജി ചെറിയാനെതിരായ കേസിൽ പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ബൈജു നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നു. ഭരണഘടനയെ മാനിക്കുന്നതല്ല സജി ചെറിയാന്റെ പ്രസ്താവനയെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിലയിരുത്തിയിരുന്നു. തുടരന്വേഷണത്തിന് ഹൈക്കോടതി DGPക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ല എന്നായിരുന്നു CPIM നിലപാട്. പരാമർശത്തിൽ ധാർമ്മികത മുൻനിർത്തി സജി ചെറിയാൻ ഒരിക്കൽ രാജിവെച്ചതാണ്. ഒരു വിഷയത്തിൽ ഒരു തവണ രാജി എന്നതാണ് പാർട്ടി നിലപാടെന്നും CPIM വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെയാണ് സജി ചെറിയാനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ബൈജു നോയൽ ഗവർണറെ സമീപിച്ചത്. കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചതാണ് സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം. 2022 പ്രതിവാര രാഷ്ട്രീയ നിരീക്ഷണം 100ന്റെ നിറവിലെന്ന പരിപാടി മല്ലപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നതിനിടെ നടത്തിയ വിവാദ പരാമർശം കുറച്ച് നല്ല കാര്യങ്ങൾ എന്ന പേരിൽ ജനാധിപത്യം, മതേതരത്വം, കുന്തം, കുടചക്രം എന്നെല്ലാം എഴുതിവെച്ച് എന്നല്ലാതെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുകയാണ് ഇതിന്റെ ഉദ്ദേശമെന്നായിരുന്നു വിവാദ പ്രസംഗത്തിന്റെ ഭാഗം. പ്രസംഗത്തിലെ കുന്തം, കുടചക്രം എന്നീ പ്രയോഗങ്ങൾ എന്തുദ്ദേശിച്ചാണെന്ന് ഹൈക്കോടതി നേരത്തെ ചോദിച്ചിരുന്നു. പരാമർശങ്ങൾ ഭരണഘടനയെ അവഹേളിക്കുന്നതല്ല എന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്നും ഹൈക്കോടതി ആരാഞ്ഞിരുന്നു. ഈ വിവാദ പ്രസംഗം വലിയ ചർച്ചയാവുകയും പിന്നാലെ മന്ത്രിസ്ഥാനം സജി ചെറിയാൻ രാജിവെക്കുകയുമായിരുന്നു. എന്നാൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയെങ്കിലും കേസിൽ കോടതിയിൽ നിന്ന് തീർപ്പുണ്ടാകുന്നതിനു മുൻപ് അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തിക്കാൻ CPM തീരുമാനം എടുത്തതിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. കൊച്ചി സ്വദേശിയായ അഭിഭാഷകൻ ബൈജു നോയലാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാറിന് തന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അനുമതി നൽകിയതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാക്കളെ വധിച്ചതിലൂടെയും അവരുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തകർത്തതിലൂടെയും ലക്ഷ്യം പൂർത്തീകരിച്ചതായും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി.
അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഇരു രാജ്യങ്ങളും അംഗീകരിച്ചതോടെയാണ് ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിന് പരിഹാരമാകുന്നത്. ഹിസ്ബുള്ള ലിറ്റനി നദിയുടെ കരയിൽ നിന്ന് പിന്മാറണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് അംഗീകരിക്കപ്പെട്ടത്. ഇസ്രായേൽ സൈന്യവും ലെബനൻ അതിർത്തിയിൽ നിന്ന് പിന്മാറുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വെടിനിർത്തൽ നിർദ്ദേശം നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ അംഗീകരിച്ചതോടെയാണ് യുദ്ധം അവസാനിക്കുന്നത്. നേരത്തെ തന്നെ ഹിസ്ബുള്ള വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ചിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ ഇക്കാര്യം അറിയിക്കാനായി ലോകത്തെ അഭിസംബോധന ചെയ്തു. ലെബനൻ ഇസ്രായേൽ വെടിനിർത്തൽ വിവരം പങ്കുവച്ച ബൈഡൻ നല്ല വാർത്തയാണെന്നും ആശ്വാസകരമായ തീരുമാനമാണിതെന്നും വ്യക്തമാക്കി. ഹിസ്ബുള്ളയടക്കം ധാരണ ലംഘിച്ചാൽ ഇസ്രായേലിനെ സ്വയം പ്രതിരോധിക്കാൻ എല്ലാ അവകാശങ്ങളുമുണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. അതേസമയം ഹിസ്ബുള്ള ധാരണ ലംഘിച്ചാൽ ഇസ്രായേൽ കനത്ത തിരിച്ചടിക്ക് മുതിരുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കിയിട്ടുണ്ട്. വെടിനിർത്തൽ കരാർ ഉടനെ നടപ്പാക്കണമെന്ന് ലെബനൻ പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റി അറിയിച്ചു. യുഎസിന്റെയും ഫ്രാൻസിന്റെയും മധ്യസ്ഥതയിൽ കൊണ്ടുവരുന്ന വെടിനിർത്തൽ കരാറിനാണ് അനുമതി നൽകിയത്. കരാറിനെ ഹിസ്ബുള്ളയുടെ പിന്തുണയുണ്ടെന്ന് ലെബനീസ് അധികൃതർ പറഞ്ഞു. 2 മാസത്തെ വെടിനിർത്തൽ, ഹിസ്ബുള്ളയുടെ തെക്കൻ ലെബനനിലെ പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിക്കൽ, ലെബനനിൽ നിന്നുള്ള ഇസ്രായേൽ സേനയുടെ പിന്മാറ്റം എന്നിവയാണ് കരാറിലെ പ്രധാന വ്യവസ്ഥകളെന്നാണ് വിവരം. തൃശൂർ നാട്ടികയിൽ 5 പേരുടെ ജീവനെടുത്ത ലോറി അപകടത്തിൽ കുറ്റം സമ്മതിച്ചു പ്രതികൾ. യാത്രക്കിടയിൽ ഡ്രൈവറുമൊത്ത് തുടർച്ചയായി മദ്യപിച്ചെന്നും മദ്യലഹരിയിൽ മയങ്ങിപ്പോയെന്നുമാണ് ക്ലീനർ അലക്സിന്റെ മൊഴി. കേസിലെ പ്രതികളായ ഡ്രൈവറെയും ക്ലീനറെയും കോടതി റിമാൻഡ് ചെയ്തു. മദ്യലഹരിയിൽ വരുത്തിയ ദുരന്തമെന്നായിരുന്നു റിമാൻഡ് റിപ്പോർട്ട്. നാട്ടികയിൽ 5 പേരുടെ ജീവനെടുത്ത സംഭവത്തിൽ മനഃപൂർവ്വമായ നരഹത്യക്കാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഡ്രൈവറുടെ ലൈസൻസും വാഹനത്തിന്റെ രജിസ്ട്രേഷനും റദ്ദാക്കിയിരുന്നു. അപകട സമയത്ത് അലക്സാണ് വാഹനം ഓടിച്ചിരുന്നത്. കണ്ണൂർ ആലങ്കോട് സ്വദേശിയാണ് അറസ്റ്റിലായ അലക്സ്. മദ്യലഹരിയിൽ 20 സെക്കൻഡ് കണ്ണടച്ചു പോയെന്ന് ക്ലീനർ അലക്സിന്റെ മൊഴി. വണ്ടി എന്തിലോ തട്ടുന്നെന്ന് തോന്നിയപ്പോൾ വെട്ടിച്ചു. അപ്പോൾ നിലവിളി കേട്ടു. അതോടെ രക്ഷപ്പെടാൻ നോക്കിയെന്നുമാണ് ക്ലീനർ അലക്സിന്റെ കുറ്റസമ്മത മൊഴി. വൈകിട്ട് 5 മണിക്കാണ് ലോറിയിൽ തടി കയറ്റി പുറപ്പെട്ടത്. മാഹിയിൽ നിന്ന് മദ്യം വാങ്ങി. യാത്രക്കിടയിൽ മദ്യപിച്ചുകൊണ്ടേയിരുന്നു. പൊന്നാനി എത്തിയപ്പോഴേക്കും ഡ്രൈവർ ജോസ് അബോധാവസ്ഥയിലായി. പിന്നീടാണ് ക്ലീനർ വണ്ടി ഓടിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ദേശീയപാതയിലായിരുന്നു ഇവർ കിടന്നിരുന്നത്. ഈ ഭാഗം ബാരിക്കേഡ് വെച്ച് അടച്ചിരുന്നു. ഇവ തകർത്താണ് തടി കയറ്റിയെത്തിയ ലോറി ഇടിച്ചു കയറിയത്. സംഭവത്തിൽ ഡ്രൈവറെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ 2 ദിവസത്തിനകം കോടതിയിൽ അപേക്ഷ നൽകുമെന്നും പോലീസ് അറിയിച്ചു. പുലർച്ചെ 4 മണിയോടെ നാട്ടികയിൽ ഉറങ്ങിക്കിടന്നവർക്കിടയിലേക്ക് തടിലോറി പാഞ്ഞു കയറുകയായിരുന്നു. സംഭവത്തിൽ 5 പേർ തൽക്ഷണം മരിച്ചിരുന്നു. മരിച്ചവരിൽ 2 കുട്ടികളും ഉണ്ടായിരുന്നു. ചൈന, മെക്സിക്കോ, കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുമേൽ പുതിയ ഇറക്കുമതി തീരുവ ചുമത്താനൊരുങ്ങി നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സ്ഥാനമേൽക്കുന്നതിന് മുന്നോടിയായി പുതിയ താരിഫ് പദ്ധതി ട്രംപ് പ്രഖ്യാപിച്ചു. നിർമ്മാണ ജോലികൾ US-ലേക്ക് തിരികെ കൊണ്ടുവരിക, US-ലേക്കുള്ള മയക്കുമരുന്ന് കടത്ത്, നിയമവിരുദ്ധ കുടിയേറ്റം തുടങ്ങിയവ ചൂണ്ടിക്കാട്ടിയാണ് പ്രഖ്യാപനം. മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ചരക്കുകൾക്കും 25% തീരുവ ഈടാക്കും. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% അധിക നികുതിയും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരോധിത മയക്കുമരുന്നായ ഫെന്റാലിനിന്റെ കള്ളക്കടത്ത് ചൈന തടയിടുന്നതുവരെ ഈ അധിക തുക ഈടാക്കുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ഇക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റിന്റെ US-ഉമായുള്ള ഉഭയകക്ഷി വ്യാപാര സന്തുലന പട്ടിക അനുസരിച്ച് മെക്സിക്കോ, ചൈന, കാനഡ എന്നീ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധത്തിൽ 2ാം ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ നയമാറ്റങ്ങളുണ്ടാവുമെന്നാണ് കരുതുന്നത്. ഇതിലെ ആദ്യ 10 രാജ്യങ്ങളിൽ 8ാം സ്ഥാനത്താണ് ഇന്ത്യ. നിലവിൽ ഇന്ത്യക്കുമേലുള്ള ഇറക്കുമതി തീരുവ ട്രംപ് പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്കും കൂടുതൽ തീരുവ പ്രഖ്യാപിക്കുമെന്ന സൂചന നേരത്തെ ട്രംപ് നൽകിയിട്ടുണ്ട്. ഇന്ത്യ വലിയ വ്യാപാര ചൂഷകരാണെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടിരുന്നു. തന്റെ ആദ്യ സർക്കാരിന്റെ കാലത്തെ നിയന്ത്രണങ്ങൾ തുടരാൻ തന്നെയാവും ട്രംപിന്റെ ശ്രമം. ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് പ്രോഗ്രാമിന് കീഴിൽ ഇന്ത്യക്ക് ലഭിച്ചിരുന്ന നികുതിരഹിത പരിഗണന 2019 ഇന്ത്യക്ക് നഷ്ടമായത്. GSPക്ക് കീഴിൽ 570 കോടി രൂപയോളം മൂല്യമുള്ള കയറ്റുമതിക്ക് ഇന്ത്യക്ക് നികുതി നൽകേണ്ടി വന്നിരുന്നില്ല. +2 കോഴക്കേസിൽ ഹൈക്കോടതി വിധിക്ക് ശേഷം CPM-ലെ ഉന്നതൻ ഒത്തുതീർപ്പിന് സമീപിച്ചെന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി.
പിണറായിക്കെതിരായ പരാമർശങ്ങൾ അവസാനിപ്പിക്കണമെന്നായിരുന്നു CPM-ന്റെ ആവശ്യമെന്നും KM ഷാജി പറഞ്ഞു. തനിക്കെതിരായ കേസിലെ വിധിയിൽ സുപ്രീം കോടതി മുഖ്യമന്ത്രിയുടെ പെടലിക്ക് പിടിച്ച് തള്ളുകയാണ് ചെയ്തതെന്നും കേസ് വിജയിക്കാൻ അല്ലായിരുന്നു സർക്കാർ ലക്ഷ്യമെന്നും ഷാജി വിമർശിച്ചു. പലതവണ കായികമായി ആക്രമിക്കാൻ ശ്രമം നടന്നെന്നും ഷാജി ആരോപിച്ചു. +2 കോഴക്കേസിൽ KM ഷാജിക്കെതിരായ വിജിലൻസ് കേസ് റദ്ദാക്കിയതിനെതിരായ ഹർജികൾ സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ഷാജി കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന് ഒറ്റമൊഴിയിൽ ഇല്ലെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. ഷാജി പണം ചോദിച്ചെന്ന് ഒരു മൊഴിയെങ്കിലും കാട്ടിത്തരാമോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. 54 സാക്ഷിമൊഴികൾ പരിശോധിച്ചുവെന്നും ഇങ്ങനെയെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരെയും ഓരോ കേസിൽ പ്രതിയാക്കാമല്ലോ എന്നും കോടതി ചോദിച്ചു. എന്നാൽ അന്വേഷണം നടക്കുമ്പോൾ അത് പൂർത്തിയാകാതെ കേസ് റദ്ദാക്കിയത് ശരിയല്ലെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ വാദം. 2014 കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ഹൈസ്കൂളിനെ +2 അനുവദിക്കാൻ KM ഷാജിക്ക് മാനേജ്മെന്റ് കൈക്കൂലി നൽകിയെന്നാരോപിച്ചാണ് CPM പ്രാദേശിക നേതാവ് 2017 മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. മുസ്ലിം ലീഗിൽ പ്രാദേശികമായി പണം പങ്കിട്ടതിനെ ചൊല്ലിയുള്ള തർക്കം എന്ന നിലയിലാണ് വിഷയം ആദ്യം ഉയർന്നത്. എന്നാൽ ഇത് പിന്നീട് CPM ഏറ്റെടുക്കുകയായിരുന്നു. +2 ബാച്ച് അനുവദിക്കാൻ KM ഷാജി 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന പരാതിയിൽ 2020 വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് EDയും കേസെടുത്തത്. എന്നാൽ 2022 ജൂൺ 19 ഈ കേസിൽ KM ഷാജിയെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് ED സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനു മുകളിലെ തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. ബുധനാഴ്ചയോടെ ചുഴലിക്കാറ്റായി മാറി ശ്രീലങ്ക തീരം വഴി തമിഴ്നാട് തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സൗദി അറേബ്യ നിർദ്ദേശിച്ച ഫെങ്കൽ എന്ന പേരിലാണ് ഇതറിയപ്പെടുക. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനു മുകളിലെ തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി രൂപപ്പെട്ടതിന്റെ സ്വാധീനഫലമായി കേരളത്തിൽ അടുത്ത 4 ദിവസം ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്കൻ കേരള തീരത്ത് വെള്ളിയാഴ്ച വരെ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ 29 വരെ കേരള തീരക്കടലിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. കേരള തീരത്ത് ഈ മാസം 29 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരങ്ങൾ, തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ശനിയാഴ്ച വരെ ഈ മേഖലയിലും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്. കടലിൽ പോയ മത്സ്യത്തൊഴിലാളികൾ എത്രയും വേഗം ആഴക്കടലിൽ നിന്ന് തീരത്തേക്കെത്തണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.